നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മാലിന്യം നീക്കം ചെയ്യുന്ന ടാങ്കർ ലോറികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഇതോടുകൂടി ജില്ലയിലെ മാലിന്യ നീക്കം നിലച്ചിരിക്കുകയാണ്. മാലിന്യം നീക്കം ചെയ്യുന്ന വാഹനങ്ങൾ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ലയിലെ മാലിന്യ നീക്കം നിലയ്ക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിന് സർക്കാർ സംവിധാനം ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച BMSന്റെ നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സ് മസ്തൂർ സംഘമാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. സമരത്തിന്റെ ഭാഗമായി മാലിന്യ നീക്കം നടത്തുന്ന വാഹനങ്ങൾ ബുധനാഴ്ച വൈകിട്ടോടെ ഓട്ടം നിർത്തിയിരുന്നു. ആലപ്പുഴയ്ക്ക് പുറമെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാഹന ഉടമകളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് മസ്തൂർ സംഘ് ജില്ലാ സെക്രട്ടറി രതീഷ് മോൻ പറഞ്ഞിരുന്നു. നിലവിൽ കായംകുളം NTPC, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, പള്ളിപ്പുറം ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലെ സംസ്കരണ കേന്ദ്രങ്ങളിലാണ് മാലിന്യം എത്തിച്ചിരുന്നത്. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ നടപടി ഘടിപ്പിച്ചതോടെ NTPCയിൽ മാലിന്യം എത്തിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. മുൻപ് സമരം നടന്നപ്പോൾ തൽക്കാലം 2 മാസത്തേക്ക് മെഡിക്കൽ കോളേജിലെ പ്ലാന്റിൽ മാലിന്യം തള്ളാനാണ് അനുമതി നൽകിയത്. പള്ളിപ്പുറം ഇൻഫോ പാർക്കിലെ പ്ലാന്റിൽ ഒരു ദിവസം 1 ലോഡ് എന്ന രീതിയിൽ നിയന്ത്രണം നിലവിലുണ്ട്. മാലിന്യം തള്ളാൻ ഇടമില്ലാതാകുകയും റോഡിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് പിഴയിടുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് വീണ്ടും സമരവുമായി മുന്നോട്ടു പോകാൻ വാഹന ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ ചേർത്തല വാരനാട്ടെ പ്ലാന്റ് തുറന്നു നൽകാമെന്നായിരുന്നു നേരത്തെ സമരം ഒത്തുതീർപ്പാക്കിയ സമയത്തെ വാഗ്ദാനം. ഇവിടെ പുതിയ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായെങ്കിലും തുറന്നു നൽകിയിട്ടില്ല. വിൻ മീഡിയ, ആലപ്പുഴ.